യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. യേശു തൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ വന്നിരിക്കുന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണെന്നും ആ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ടെന്നും അത് നിങ്ങളിലാണെന്നും ലോകത്തെ അറിയിച്ചു. ഈ ദൈവരാജ്യം യേശുക്രിസ്തു സ്ഥാപിച്ചതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മിൽ പലർക്കും ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ പോകുന്നത്? സ്നേഹവും സമാധാനവും സന്തോഷവുമൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കും എത്തിച്ചേരാൻ കഴിയുക. യേശു പ്രഖ്യാപിച്ച ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഷേമ ഇസ്രായേലിലൂടെ കാരിസ് ഭവൻ സ്ഥാപക ഡയറക്ടറും ആഗോള സുവിശേഷ പ്രഘോഷകനും പരിശുദ്ധ പിതാവ് നിയോഗിച്ച കരുണയുടെ മിഷണറി കൂടിയായ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ നമ്മോട് സംസാരിക്കുന്നത്. കരുണാഭാരതിയായ കർത്താവേ, വചനം പ്രസംഗിക്കുവാൻ ഇവിടെ ഈ വീൽ ചെയറിലിരിക്കുന്ന എന്നെയും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനം, ബുദ്ധി, അറിവ് ഇവർക്ക് കൊടുക്കണമേ. ധൈര്യവും കൊടുക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ ശംശീകരിക്കുവാനും ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനും. ദൈവരാജ്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപാവരം ഈ മക്കൾക്ക് നൽകണമേ. അമ്മേ, നല്ല അമ്മേ, ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി നിൻ്റെ ഓമനസുധനായ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങളെ അർപ്പിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. അമ്മേ. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവരാജ്യം എന്ന വിഷയത്തെപ്പറ്റി അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ദൂരമായിട്ടാണല്ലോ കർത്താവ് തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ. മത്തായി 4:17. എന്താണ് ഈ ദൈവരാജ്യം? യേശു ആരാണ്? ഇതൊക്കെ നമ്മൾ അല്പനേരം ധ്യാനിക്കാം. നമുക്കറിയാം, പീലാത്തോസിന് മുമ്പിൽ ഈശോ കടന്നു വരുമ്പോൾ പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണല്ലേ എന്ന്. യോഹന്നാൻ 18:37. അപ്പോൾ ഈശോ പറഞ്ഞത്, അതെ, ഞാൻ രാജാവാണ്. ഞാൻ ഇതിനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഇതിനാണ് ഞാൻ ജന്മം കൊണ്ടത്. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഹ മാതാവിനോട് മംഗളവാർത്ത അറിയിച്ചപ്പോൾ ലൂക്ക എഴുതിയ സുവിശേഷം 1:32-33 മാലാഹ പറഞ്ഞു, ജനിക്കാനിരിക്കുന്നവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് എന്നേക്കും കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന് മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈശോ രാജാവാണ് ആകാനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അവനൊരു രാജ്യവുമുണ്ട്. ഇതാണ് നമുക്ക് ധ്യാനിക്കേണ്ടത്. ഒരു രാജാവിന്, ഒരു പ്രസിഡൻറ്റിന്, നമുക്കറിയാം, ഭരണാധികാരികൾക്ക് പവറുണ്ട്, ശക്തിയുണ്ട്. ആ ശക്തിയിലൂടെയാണ് രാഷ്ട്രം അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നത്. എന്താണ് ഈ ശക്തി? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിനെ
ഒരു വ്യക്തിയാണെങ്കിലും ശക്തിയായും ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1:8 വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. അപ്പോൾ ഈ ശക്തിയിലൂടെ, അത് നമ്മൾ കൃപയെന്ന് പറയും, അതെ, ആ കൃപയിലൂടെയാണ് മനുഷ്യഹൃദയങ്ങളെ അവൻ ഭരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തി ആണ് സത്യത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിലെ അംഗമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 14, റോമാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനം അധ്യായം 14:17 പറയുന്നുണ്ട്, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ജീവിതമാണ് ദൈവരാജ്യത്തിലെ ജീവിതം. പലരും ഓർക്ക് ഈ കരിസ്മാറ്റിക് എന്നൊക്കെ പറയുന്നത് ഏതാനും അച്ഛന്മാരുടെയും ഏതാനും പേരുടെ ഒരു കോമാളിത്തരം, കൈയടിക്കുക, കൈപൊക്കുക, ലാലാല വെക്കുക എന്നൊക്കെ പലരും ധരിക്കും. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ 2 ആഴ്ച എൻ്റെ ഈ രോഗം വന്ന് തളർന്ന് ഞാൻ കോമായിലായിരിക്കുമ്പോൾ, അഥവാ 3 മാസക്കാലം 4 മാസക്കാലം ഞാൻ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ചില അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ മരിച്ചുവെന്ന് ഡോക്ടർമാർ, നഴ്സുമാർ ചിന്തിച്ച നിമിഷങ്ങളിലായിരിക്കാം എനിക്ക് സ്വർഗത്തിൻ്റെ കവാടം കാണുവാൻ ഭാഗ്യം ലഭിച്ചു. അതെ, നിങ്ങൾ പല പ്രസംഗങ്ങളിലൂടെയും എൻ്റെ പുസ്തകത്തിലൂടെയൊക്കെ വായിച്ചറിഞ്ഞു കാണും. അതെ, നരകം കണ്ടു, ശുദ്ധീകര സ്ഥലം കണ്ടു, സ്വർഗവും കണ്ടു. ആ സ്വർഗത്തിൽ ഞാൻ കണ്ട കാഴ്ച, ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്നു, കൈയടിച്ചു പാടുന്നു, അതെ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. അവിടെ ജാതി മത ഭേദമന്യാണ് എല്ലാവരും ഒന്നായി കണ്ടതും. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 43 വർഷമായിട്ട് ഞാൻ കരിസ്മാറ്റിക് നവീകരണം പ്രസംഗിച്ചുകൊണ്ട് കരിസ്മാറ്റിക്കായിട്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, കർത്താവേ, ഈ സ്വർഗം കരിസ്മാറ്റിക് ആണല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാനപ്പോൾ ഓർത്തു, ദൈവമേ, ഓരോ ധ്യാനത്തിലും ഞാൻ ആളുകളെ സ്വർഗത്തിൽ പോകാനായിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, അത് ഈശോയോട് ഐക്യപ്പെട്ട ആ ജീവിതം, പരിശുദ്ധാത്മാവുടെ ജീവിതമാണ് ദൈവരാജ്യത്തിൻ്റെ ജീവിതം എന്ന് വ്യക്തമായിട്ട് അതെ പൗലോസ് ശ്ലീഹ പറയുന്നത്. ആ ദൈവരാജ്യമെന്നാൽ ഭൗമികമായിട്ടുള്ള ഒന്നല്ല. അത് ഈശോ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ പീലാത്തോസിന് മുമ്പിൽ വെച്ചു തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18:35 എൻ്റെ രാജ്യം ഈ ലോകപരമായത് ഐഹികമല്ല എങ്കിൽ എൻ്റെ സേവകന്മാർ അതിനുവേണ്ടി പോരാടുമായിരുന്നു. അപ്പോൾ ആധ്യാത്മിക രാജ്യമാണ്. ഇതിലെ അംഗങ്ങളാകുന്നത് അത് പ്രത്യേക രജിസ്ട്രേഷൻ വഴി പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ടല്ല. നമ്മൾ കത്തോലിക്ക സഭയിൽ അല്ലെ ഇതര സഭകൾ നമ്മൾ ഓർക്കും, ജ്ഞാനസ്നാനം ചെയ്ത് അത് ഒരു കടലാസ് എഴുതി സർട്ടിഫിക്കറ്റ് ആയാൽ നമ്മൾ ദൈവരാജ്യത്തിലെ അംഗമായി എന്ന്. അല്ല, കർത്താവിൻ്റെ രാജ്യത്തിലെ അംഗമാകുന്നത് അങ്ങനെ ഒരു കടലാസിലെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല. പലപ്പോഴും അങ്ങനെയാണല്ലോ ഇന്നത്തെ മാമോദിസകളൊക്കെ നടക്കുന്നതും അല്ലേ. പലരും അത് വലിയ ആഘോഷങ്ങൾ, തീറ്റി കുടി ഇതെല്ലാമാണ് ജ്ഞാനസ്ഥാനം അല്ലെ വിവാഹം എന്ന് പറഞ്ഞാൽ. അതല്ല, പിന്നെയോ ദൈവാത്മാവിൻ്റെ വരവും ആ കൃപയിലുള്ള ജീവിതവുമാണ് ഓരോ കൂദാശയിലും സംഭവിക്കേണ്ടത്. ഓരോ കൂദാശയിലൂടെയും നമ്മൾ ദൈവരാജ്യത്തിലെ അംഗമായി ശക്തരായ അംഗങ്ങളായി തീരുകയാണ് ചെയ്യുന്നത്. ഒക്കെ അതൊക്കെ കുറിച്ചിടണം, നല്ലതാണ്. അതിനൊക്കെ രേഖകൾ വേണം, ശരിയാണ്. പക്ഷെ ആ രേഖകളല്ല പ്രധാനപ്പെട്ടത്. പിന്നെയോ ആത്മാവിൽ ഉള്ള ജീവിതം. നമ്മുടെ ആത്മാവിലുള്ള ജീവിതം, ദൈവരാജ്യ ജീവിതം ആരംഭിക്കുന്നത് ജ്ഞാനസ്ഥാനത്തിൽ. അത് ശക്തീകരിക്കുന്നത് നമുക്കറിയാം മുമ്പിലത്തെ ഒപ്പരിശുമ സ്വീകരിക്കുമ്പോഴാണ്. അതിനുശേഷം വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ശക്തരാകുന്നു, അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിച്ച്. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് കുമ്പസാരത്തിൽ പാമോചനം കിട്ടുന്നതും പിശാചിൽ നിന്ന് വിമുക്തി കിട്ടുന്നതുമല്ല. അപ്പോൾ ദൈവരാജ്യ അംഗമായിരിക്കുക എന്നത് അത് ഓരോ ക്രൈസ്തവനും ചിന്തിക്കേണ്ട ഒന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് അതെ നിയമം പാലിച്ച് നിയമമില്ലാതെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായി മാറി. ധാരാളം മൂല്യങ്ങൾ, മാനദണ്ഡങ്ങളുള്ള നമ്മൾ ഒരു മൂല്യവുമില്ലാത്തവരായി തീർന്നു. ഇവിടെ ഞാൻ ഈ മതപീഡനങ്ങളെ കാണുന്നത്, തീവ്രവാദികളുടെ മതപീഡനങ്ങളെ കാണുന്നത് നമുക്കൊരു വെല്ലുവിളിയാണ്. ദൈവരാജ്യത്തിൽ സ്ഥിരമായി നിന്നുകൊണ്ട്, യേശുവിനോട് നിന്നുകൊണ്ട്, ഈശോ പഠിപ്പിച്ച മാർഗങ്ങൾ
യേശുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഉത്തമ ക്രൈസ്തവരായി ജീവിക്കാനുള്ള ഒരു വെല്ലുവിളിയാണ്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെന്നും ഇത് നമ്മുടെ ബിഷപ്പ്മാരും നമ്മുടെ അച്ഛന്മാരും വചനപ്രഘോഷകരും ചിന്തിക്കട്ടെ, ഇത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കട്ടെ. അതെ, നല്ലതാണ് പീഡനങ്ങൾ അവസാനിക്കാൻ പ്രാർത്ഥിക്കുന്നത്, പീഡിതരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനുപരിയായി നമ്മൾ നോക്കണം, ഈശോ ഇതൊക്കെ കാണുന്നില്ലേ? ദൈവം ഇതൊക്കെ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിക്കുന്നത്? ഒരു പക്ഷേ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ കാണും, സാമൂഹിക കാരണങ്ങൾ, ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു ആധ്യാത്മിക ചിന്ത മാത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ അടിത്തറ ഇളകിപ്പോയി. യേശുവാകുന്ന അടിത്തറയിൽ നമ്മൾ കാലൂന്നിയിട്ടില്ല. അവിടുന്ന് നമുക്ക് തന്ന തിരുവചനങ്ങൾ അനുസരിച്ച്, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നില്ല. ഇവിടെ നമുക്ക് കർത്താവിൻ്റെ വചനം പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കും. ലൂക്ക 13:5. അതുകൊണ്ടാണല്ലോ ഈശോ ആദ്യം വന്നപ്പോഴേ വാ തുറന്ന് പറഞ്ഞത്, പശ്ചാത്തപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം സ്വർഗരാജ്യത്തിലെ ജീവിതമാണ്. പല കത്തോലിക്കരും ഓർക്കും സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് കിട്ടാനുള്ളതാണ്. മരിച്ചു കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ കുറേ കുർബാനയും ചൊല്ലി ഒപ്പീഷൻ നടത്തി പ്രാർത്ഥനയും ചൊല്ലി ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുന്നു. അതെ പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയുടെ രാജ്യ ജീവിതം, അതായത് ദൈവരാജ്യ ജീവിതം മാമോദീസായിലൂടെ തുടങ്ങി. അത് ഓരോ കൂരാശയിലും പ്രാർത്ഥനയിലും വർദ്ധിച്ച് അതിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ പൂർണ്ണതയാണ് മരണശേഷം നമ്മൾ അനുഭവിക്കുന്നത്. ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ വളർന്ന് യേശുവിനെ പോലെയായിത്തീരുന്ന ഒരു ജീവിതം ഒരു ക്രിസ്ത്യാനി സ്വായത്തമാക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ മരണശേഷം സ്വർഗരാജ്യത്തിൽ പോകാമെന്നുള്ള ആ ചിന്താഗതി ഒരു തല ബാലിശമായ ചിന്തയാണ് മക്കളെ. അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ദൈവരാജ്യത്തിലായിരിക്കാം. ഞാൻ ഓർക്കും, ആ ദൈവരാജ്യമാണ് തിരുസഭ. നമുക്കറിയാം, ഈ കൂരാശകളും പരിശുദ്ധാത്മാവിനെയും എല്ലാം നമുക്ക് ലഭ്യമാകുന്നത് വിശുദ്ധ തിരുസഭയിലൂടെയാണ്. അത് തിരുസഭയിൽ പാപികൾ കാണും, അതിലെ കാർമ്മികർ, വൈദികരോ ബിഷപ്പ്മാരൊക്കെ തിന്മ ചെയ്യുന്നവർ കാണും. സഭ എന്ന് പറയുന്നത് ബിഷപ്പല്ല, മാർപ്പാപ്പ അല്ല, പിന്നെയോ ദൈവമക്കൾ, ദൈവവിശ്വാസികൾ, യേശുവിനെ അനുധാവനം ചെയ്യുന്ന ദൈവജനമാണ്. നിങ്ങളാണ് സഭ മക്കളെ, നിങ്ങളാണ് സഭ. അപ്പോൾ നിങ്ങൾ വിശുദ്ധിയിൽ ദൈവത്തോട്, യേശുവിനോട് ഐക്യപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥ സത്യസഭയിലാണ്. ഇത് ആത്മശോധന ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ ആത്മാവിലൂടെ സത്യമായും ദൈവരാജ്യത്തിലെ ഒരു അംഗമാണ് എങ്കിൽ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കും ഞാൻ. എങ്കിൽ ഞാൻ യേശുവിനെ പോലെ ആയിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്വീകരിച്ച് സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ, അനുകമ്പ, ദീർഘക്ഷമ, ആത്മസംയമനം, ഇതെല്ലാം ഉള്ളവരായിരിക്കും. എന്നിട്ട് യേശുവിനെ പോലെ ആയിരിക്കും, യേശുവിൻ്റെ മനോഭാവം ഉള്ളവരായിരിക്കും. ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ രജിസ്റ്റേർഡ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മാമോദിസയുടെ രജിസ്റ്ററിൽ പേരുള്ളവർ മാത്രം, ഭൗമികമായ സഭയിലെ അംഗത്വമുള്ളവർ, ആത്മീയ അംഗത്വമുള്ളവരല്ല. അഥവാ യേശുവിൻ്റെ ഭരണം നമ്മുടെ മേൽ കാണില്ല. ഈശോ നമ്മളെ ഭരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ആത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെ. നിശ്ചയമായിട്ടും ഇത് പ്രയാസമുള്ള ഒരു ജീവിതമാണ്. കാരണം ഈ ലോകത്തിൽ നമുക്ക് 2 രാജ്യങ്ങൾ കാണുവാൻ സാധിക്കും, ഈശോയുടെ രാജ്യവും പിശാചിൻ്റെ രാജ്യവും. പല ആളുകൾക്കും ഇതിനെപ്പറ്റി ബോധ്യമില്ല, പിശാചിൻ്റെ രാജ്യമുണ്ട് എന്ന്. ഒരുപക്ഷെ വേറെ ഒരു പ്രസംഗത്തിൽ കൂടി ഞാൻ പറയാൻ ഒരു സമയത്തിൻ്റെ കുറവ് കൊണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 12. ഈശോ പിശാചുക്കളെ ബഹിഷ്കരിച്ച നിമിഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ പറഞ്ഞു, ബീൽസെബൂൾ എന്ന് പറയുന്ന പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന്. അപ്പോഴാണ് ഈശോ എപ്രകാരം പറയുന്നത്, എങ്ങനെയാണ് താന് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെയാണ് എന്ന്. ഞാനത് വായിക്കാം നിങ്ങളുടെ മുമ്പിൽ. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 12. പിശാചിനെ കൊണ്ടാണ്, പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു 25-ാം വചനം, മത്തായി 12:25.
അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, അന്തചിത്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും, അന്തചിത്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? കർത്താവ് വ്യക്തമായി പറയുന്നു, പിശാചിന് സാത്താന് ഒരു രാജ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു വിഷയമാണ്. അതെ, ദൈവരാജ്യത്തിനെതിരായി ഒരു രാജ്യവും പോരാടുന്നുണ്ട്. അതെ, നമുക്കറിയാം, ലൂസിഫർ ഒരു നാളിൽ കർത്താവിനോടുകൂടി ഒന്നായിരുന്നവൻ, കർത്താവിനെ ആരാധിച്ചവൻ, കർത്താവിൽ നിന്നെല്ലാ കൃപകളും വരപ്രസാദങ്ങളും ലഭിച്ചവൻ, അവസാനം ആ കർത്താവിനെ ആരാധിക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് ധിക്കരിച്ച് അഹങ്കരിച്ച് സ്വർഗത്തിന് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടവൻ. അതെ, എല്ലാ ആ വീഴ്ത്തപ്പെട്ട മാലാഹമാരുടെയും നേതാവായി ഒരു രാജ്യം സ്ഥാപിച്ചു. അവനും ഒരു ശക്തിയുണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ നമ്മൾ പറയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ദൈവരാജ്യത്തിലെ ശക്തിയെന്ന്. എന്നാൽ അതെ, പിശാചിൻ്റെ രാജ്യത്തിനും ഒരു ശക്തിയുണ്ട്. അതാണ് നിഗൂഢമായ ശക്തികൾ. ഈ ലോകത്തിൽ നിഗൂഢമായിരിക്കുന്ന ശക്തി നമ്മളിതിനെ പലതരത്തിൽ കാണാൻ സാധിക്കും, വ്യാഖ്യാനിക്കാൻ കാണും. ഈ ലോകം മുഴുവൻ പിശാചിൻ്റെ ശക്തി വലയത്തിലാണ് എന്ന്. അപ്പോൾ പിശാചിൻ്റെ ഒരു ശക്തി വലയമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വലയമുണ്ട്. ഈ ഏത് വലയത്തിലാണ് നമ്മളെന്ന് നമ്മളെ തന്നെ ആത്മശോധന ചെയ്ത് നോക്കേണ്ടതാണ്. അതെ, നമ്മൾ കാണാൻ സാധിക്കും, നിഗൂഢമായ ഈ അന്തരീക്ഷത്തിലെ ശക്തികൾ അത് പലതരത്തിലാകാം. ഒരു പക്ഷേ വ്യത്യസ്തമായ സത്യദൈവത്തെ അറിയാത്ത മതങ്ങളിൽ കൂടിയായിരിക്കാം കടന്നു വരുന്നത്, വിഗ്രഹാരാധനയിൽ കൂടിയായിരിക്കാം കടന്നു വരുന്നത്. ഇന്നത്തെ കാലത്ത് പിശാചിനെ തന്നെ ആരാധിക്കുന്ന മതങ്ങളുണ്ട്. പിശാചിനെ ദൈവമായി കണ്ടുകൊണ്ട് പിശാചിയെ കടന്നു വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സംഘടനകളുണ്ട്. പക്ഷേ ഇവയിലൂടെയൊക്കെ ആയിരിക്കാം ഈ നിഗൂഢ ശക്തികൾ കടന്നു വന്ന് നമ്മളെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു യുദ്ധമാണ്. ഞാൻ പരാമർശിച്ച് പിന്നീട് സംസാരിക്കാം. മക്കളെ, നമുക്ക് അടുത്തു വരുന്ന ആരാധനയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് എന്ന് ബോധ്യപ്പെടാം. മാത്രമല്ല, ആ ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിനെ സ്തുതിക്കുന്നവരും അങ്ങനെ ദൈവരാജ്യം അനുഭവിക്കുന്നവരുമാണെന്ന് ബോധ്യപ്പെടാം. അതിനെതിരായിട്ടുള്ള തിന്മകളെ നമുക്ക് ശാസിച്ച് പുറത്താക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തരാക്കട്ടെ. ഭക്തിയോടെ നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ പങ്കുകൊള്ളാം. ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് വിശുദ്ധ കുർബാനയിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഉറ്റുനോക്കാം. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണകാരുണ്യവാനായ ദൈവമേ, അങ്ങയച്ച അങ്ങയുടെ ഏകജാതനായ യേശുവിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ദൈവരാജ്യമെന്നാൽ എന്താണ് എന്ന് അങ്ങ് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നുവല്ലോ. അത് പരിശുദ്ധാത്മാവിൽ യേശുവിനോട് ഐക്യപ്പെട്ട ജീവിതമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നല്ലവനായ ഈശോയെ, തിരുവചനം കേട്ട ഇവരോരോരുത്തരെയും ഞാനിപ്പോൾ അങ്ങേ തിരുമാറിവിടത്തിൽ സമർപ്പിക്കുന്നു. നല്ലവനായ ഈശോയെ, ദൈവരാജ്യാനുഭവത്തിലൂടെ ധൈര്യസമേതം മുന്നോട്ട് പോകുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അവർക്ക് നൽകുമെന്നല്ലേ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർത്താവേ, അതുമിതും ചോദിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് ദൈവരാജ്യം അന്വേഷിച്ചു കണ്ടെത്തി ദൈവരാജ്യത്തിലെ മക്കളായിരിക്കുവാൻ, ദൈവരാജ്യത്തിലെ അംഗങ്ങളായിരിക്കുവാൻ ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇവരുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹമായി കടന്നു വരൂ, കൃപയായി കടന്നു വരൂ. ഇവിടെ ഹൃദയങ്ങളെ ഇപ്പോൾ നിറയ്ക്കൂ, ശക്തി കൊണ്ട് നിറയ്ക്കൂ, കൃപ കൊണ്ട് നിറയ്ക്കൂ. കർത്താവെ, പരിശുദ്ധാത്മാവിന് തടസ്സമായിട്ടുള്ള ഏതെങ്കിലും തിന്മകൾ ഇവരിലുണ്ടെങ്കിൽ കർത്താവെ, ആ തിന്മകളെ എടുത്തു മാറ്റണമേ, വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ആരോടിലും വൈരാഗ്യമോ അത് സ്നേഹക്കുറവോ ഒരു പക്ഷെങ്കിൽ വെറുപ്പോ ഉണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കാനുള്ള കൃപ ഇപ്പോൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രമ്യതയുടെ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തടസ്സങ്ങൾ ദൂരെ മാറിപ്പോകട്ടെ ഇപ്പോൾ. കാരണം ഇവിടെ കർത്താവ് ഇവിടെ ഹൃദയത്തിൽ ഇവിടെ ജീവിതത്തിൽ ദൈവരാജ്യം അനർത്ഥമാകുവാൻ ശാംശീകരിക്കുവാൻ ഇപ്പോൾ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവി പരിശുദ്ധാത്മാവി ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ. ലൗകിക വസ്തുക്കളുടെ ആകർഷണമായിരിക്കാം, അടുപ്പമായിരിക്കാം, ഇപ്പോൾ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പൈശാചിക ബന്ധനങ്ങളുടെ ബന്ധനമായിരിക്കാം, കർത്താവെ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട വ്യക്തികളായി തീരുവാൻ ഇപ്പോൾ ഇടവരുത്തണമേ. ഈശോയെ, നല്ല ഈശോയെ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സജീവനായിട്ട് ഇപ്പോൾ അങ്ങ് എഴുന്നള്ളിയിരിക്കുന്നു. ഞങ്ങളങ്ങെ നമിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈ മക്കൾ ഓരോരുത്തരെയും ഞാൻ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, കൃപ ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുന്നു, തിരുമാർവിടത്തിലേക്ക് സമർപ്പിക്കുന്നു. ആത്മാവെ ജീവജലമായിട്ടിപ്പോൾ ഇവരിലേക്ക് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നദി പോലെ ഒഴുകുന്ന സ്നേഹത്തിൽ, നദി പോലെ ഒഴുകുന്ന സമാധാനത്തിൽ, സന്തോഷത്തിൽ ജീവിക്കുവാൻ, തിന്മ ചെയ്യാതെ ജീവിക്കുവാൻ, നിഷ്കളങ്കരായി ജീവിക്കുവാൻ, കൊച്ചുകുട്ടികളെപ്പോലെ നിഷ്കളങ്കരെ ജീവിക്കാൻ ഇപ്പോൾ കൃപ കൊടുക്കണമേ. അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, മാനസാന്തരപ്പെട്ടുകൊണ്ട് ശിശുക്കളെപ്പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. കർത്താവെ ആ നിഷ്കളങ്കര ഇവർക്ക് പകർന്നു കൊടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവെ ആരെങ്കിലും കഠിനഹൃദയരായിട്ടിരിപ്പുണ്ടെങ്കിൽ ആ ഹൃദയങ്ങളെ മയപ്പെടുത്തണമേ. പാപങ്ങൾ ഏറ്റുപറയാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ ഏറ്റുപറയാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നിമിഷം ഇവരുടെ ഹൃദയങ്ങളെ ദൈവ കൃപ കൊണ്ട് നിറയ്ക്കൂ, വിശുദ്ധി കൊണ്ട് നിറയ്ക്കൂ, കൃപ കൊണ്ട് നിറയ്ക്കൂ. കർത്താവെ രോഗികളെ സുഖമാക്കണമേ, ബന്ധിതരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ചെയ്യണമേ കർത്താവെ. അങ്ങേ ദൈവരാജ്യം സമാഗതമാകുമ്പോഴാണല്ലോ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കർത്താവെ. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടാണ് ആ ദൈവരാജ്യം സമാരംഭിച്ചത് എന്ന്. കർത്താവെ ഇവരുടെ ജ്ഞാനസ്ഥാനത്തിൽ ഇവർ ദൈവരാജ്യ ജീവിതം ആരംഭിച്ചു. ഓരോ കൂദാശകളും സ്വീകരിച്ചുകൊണ്ട് ആ ദൈവരാജ്യത്തെ വളർന്നു വരുന്നു. എന്നാൽ ശത്രു വന്ന് ചിലപ്പോഴൊക്കെ കളങ്കം അഥവാ കളകൾ ഇവിടെ ഹൃദയത്തിൽ അത് പാകുകയുണ്ടായി. ആ കളകൾ എടുത്തു മാറ്റണമേ. പാപത്തിൻ്റെ ബീജങ്ങൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ മാറ്റണമേ, വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. ആത്മാവെ പരിശുദ്ധാത്മാവെ നിറയ്ക്കണമേ, ശക്തീകരിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ബന്ധനങ്ങൾ ദൂരെ മാറിപ്പോട്ടെ, അന്ധകാര ശക്തികൾ ദൂരെ മാറിപ്പോകട്ടെ, രോഗങ്ങൾ സൗഖ്യമാകപ്പെടട്ടെ. കർത്താവേ കടന്നു വരണമേ, കടന്നു വരണമേ, കൃപ കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം, പരിശുദ്ധാത്മാവിയുടെ അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവരാജ്യം സ്ഥാപിച്ചതുപോലെ, ആദിമസഭയിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവരാജ്യം സ്ഥാപിച്ചതുപോലെ കർത്താവ് ഇപ്പോൾ ഇവരുടേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവരാജ്യം സ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ ആത്മാവിനെ ഊതിക്കൊണ്ട് നന്മയും സ്നേഹവും കർത്താവെ ഇവരിലേക്കങ്ങ് വർഷിച്ചുവല്ലോ. ആ നന്മയും സ്നേഹവും നന്മയെല്ലാം ഇവിടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ വീണ്ടും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ഒരു പക്ഷെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ മുറിവേറ്റ അവരുടെ ആ ഛായ വീണ്ടും നൽകണമേ. അങ്ങയുടെ ഛായ ഇവരിലേക്ക് വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വീണ്ടെടുപ്പിൻ്റെ കൃപ കൊടുക്കൂ, വിടുതലിൻ്റെ അനുഗ്രഹം കൊടുക്കൂ, സൗഖ്യത്തിൻ്റെ അനുഗ്രഹം കൊടുക്കൂ. ഇവരെ ഉരുക്കി വാർക്കണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.